ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്ന വാനില കേക്കില്ലേ, അതിൻ്റെ ഡിസൈനിങ് വീഡിയോ ആണ് കേട്ടോ ഇത്. ഈ ഒരു കേക്കിൽ ഒരു കാർട്ടൂൺ വരച്ചെടുക്കാമെന്നാണ് കരുതുന്നത്. ബർത്ത്ഡേ ബേബി ഒരു ഗേളാണ്. അപ്പോൾ ഒരു പെൺകുട്ടിയുടെ ഒരു കാർട്ടൂൺ വരച്ചെടുത്ത് പെയിൻറ്റിങ് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് സ്കെച്ച് ഇടുന്നതാണ് ഈ കാണുന്നത്. ഇന്ന് ഞാനല്ല ഇത് സ്കെച്ച് ഇടുന്നത്, മോളാണ്. മൂത്ത ആൾ അത്യാവശ്യം അവൾ വരയ്ക്കും. കാർട്ടൂൺ വരയ്ക്കാനാണ് കുറച്ച് ഇൻട്രസ്റ്റ് കൂടുതൽ. അപ്പോൾ ഇന്ന് കേക്കിൽ മോൾ വരച്ചുതരാമെന്ന് പറഞ്ഞിട്ടാണ് അവൾക്ക് വിട്ടുകൊടുത്തിട്ടുള്ളത്. അപ്പോൾ സ്കെച്ചൊക്കെ അവൾ ഇട്ട് തരുന്നുണ്ട്. ബാക്കി പെയിൻറ്റിങ് ചെയ്യുന്നത് ഞാനാണ്. നമ്മുടെ ക്രീമിൽ കളർ ചേർത്തിട്ടാണ് പെയിൻറ്റിങ് ചെയ്യുന്നത്. പാലറ്റ് നൈഫ്സാണ് നമ്മൾ പെയിൻറ്റിങ് ടൂൾസായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ പെയിൻറ്റിങ് ഡിസൈൻ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന കേക്ക് എപ്പോഴും തലേ ദിവസം തന്നെ അതിൻ്റെ ഫുൾ ഫിനിഷിംഗ് വർക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കണം. ഫിനിഷിംഗ് വർക്ക് ഞാൻ ഉദ്ദേശിച്ചത് ക്രീം വെച്ചിട്ട് ഫൈനൽ കോട്ടിംഗ് ആണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ ചെയ്ത് തലേ ദിവസമേ ഫ്രിഡ്ജ് വെച്ചിട്ട്, ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു 5 മണിക്കൂറെങ്കിലും ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത് നല്ല സെറ്റായതിന് ശേഷം മാത്രം നമ്മൾ പെയിൻറ്റിങ് ചെയ്യാൻ എടുക്കണം. പെയിൻറ്റിങ് ചെയ്യുമ്പോഴും നമ്മൾ അധികം താമസിക്കുകയാണെങ്കിൽ ഒരു 2 സ്റ്റെപ്പായിട്ട് ചെയ്യുന്നതായിരിക്കും, 2-3 സ്റ്റെപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അത്യാവശ്യം ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ കുഴപ്പമില്ല, ഒറ്റ തവണ തന്നെ ചെയ്ത് തീർക്കാം. ഞാനിപ്പോൾ ഈ കേക്കിന് ഒറ്റ തവണയാണ് ചെയ്ത് തീർത്തിട്ടുള്ളത്. പിന്നെ ഇതുപോലുള്ള വർക്കുകൾ നമ്മൾ കേക്കിൽ കൊടുക്കുമ്പോൾ ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് ക്രീം കുറച്ച് മാത്രമേ ചിലവാകത്തുള്ളൂ. നമ്മൾ നോസിൽ വർക്കൊക്കെ കൊടുക്കുമ്പോൾ ഒത്തിരി ക്രീം വേണം നമുക്ക് ആ ഒരു ഫിനിഷിങ്ങിലെത്താൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ ഒരു വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു 2-3 സ്പൂണ് ക്രീം മാത്രം, അത്രയും ക്വാണ്ടിറ്റി മാത്രം മതിയാവും ഈ ഒരു വർക്ക് കൊടുക്കുമ്പോൾ. കളറൊക്കെ നമ്മൾ ഇങ്ങനെ പെയിൻറ്റിങ് ആണെങ്കിലും ഒരു ഡ്രോപ്പ് പോലും നമ്മൾ കളർ യൂസ് ചെയ്യുന്നില്ല, അത്രയ്ക്കും കുറവാണ് കളറൊക്കെ. പിന്നൊരു കാര്യം, ക്രീമിൻ്റെ ക്വാണ്ടിറ്റി കുറവാണെങ്കിലും നമ്മുടെ ടൈം കുറച്ച് കൂടുതലായിട്ട് ഇതിന് വേണ്ടി വരും. എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതലും ഇങ്ങനെയുള്ള വർക്കുകൾ വരുമ്പോൾ ഞാൻ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്. ഈ ഒരു വർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്.